എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചിട്ട് ആരും നിരാശരായി തീർന്ന അനുഭവങ്ങൾ ഇന്നോളം ഉണ്ടായിട്ടില്ല. ദൈവസന്നിധിയിൽ ശക്തയായ സംരക്ഷകയും അഭിഭാഷകയുമാണ് മക്കളായ നമുക്ക് പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് ജീവിതം നയിക്കുന്ന ഒരു സമർപ്പിതയെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. എൻ്റെ പേര് സിസ്റ്റർ വിനയ ഗ്രേസ്. ഞാൻ CMC മേരിമാതാ പ്രോവിൻസിലെ അംഗമാണ്. ഇപ്പോൾ സുവിശേഷ വേല ചെയ്യുന്നു. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ആ മാതൃസഹജമായ വാത്സല്യത്തിൻ്റെയും മാധ്യസ്ഥത്തിൻ്റെയും ശക്തി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒത്തിരി സംഭവങ്ങളുണ്ട്. ഞാൻ മാനന്തവാടി രൂപതയിലെ പേരിയ ഇടവകയിലെ അഗസ്റ്റിൻ്റെയും ത്രേസ്യയുടെയും മകളായി ജനിച്ചു. മാതൃഭക്തരായ എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും മാതൃവാത്സല്യത്തിൻ്റെ തണലിൽ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായും ഞാൻ സമർപ്പിച്ചുകൊണ്ട് പള്ളിയിലും അതുപോലെ തന്നെ അനുദിനമുള്ള ഭക്തകൃത്യങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് എന്നെ തന്നെ ജീവിതങ്ങൾ ആരംഭിക്കുവാനായിട്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിൽ ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ തിരികൾ കത്തിക്കുവാനും പൂക്കൾ വെച്ച് അലങ്കരിക്കുവാനും നേർച്ചയിടുവാനും എൻ്റെ മാതാപിതാക്കൾ പ്രത്യേകപരമായി ചെറുപ്പം മുതലേ എന്നെ കരുതലോടെ ഇപ്രകാരം പരിശീലിപ്പിച്ചതിൻ്റെ ഫലമായിരിക്കാം പരിശുദ്ധ അമ്മ എൻ്റെ സ്വന്തം അമ്മയാണെന്നാണ് പലപ്പോഴും എനിക്ക് അനുഭവപ്പെടാറ്. പരിശുദ്ധ അമ്മ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാതെ മാതൃസഹജമായ ആ സ്നേഹത്തോടു കൂടെ ഓരോ നിമിഷവും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് സംരക്ഷണത്തിൻ്റെ വലയങ്ങൾ തീർത്ത ആ സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ നിമിഷങ്ങളിൽ ഞാൻ 3 വയസ്സായ നിമിഷത്തിലെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. 3 വയസ്സായ ആ സമയത്ത് എൻ്റെ വല്യമ്മച്ചി എന്നെ പള്ളിയിൽ കൊണ്ടുപോയ സമയത്ത് നേർച്ചയിടാനുള്ള പൈസ എൻ്റെ വല്യമ്മച്ചി എൻ്റെ കൈകളിൽ തന്നു. ആ ഒരു നാണയം എടുത്ത് എൻ്റെ വായിലേക്ക് ഞാൻ ഇട്ടു. ആ വായിലേക്ക് ഇട്ട് ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ആ നാണയം എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങി, കുരക്കിലങ്ങ് കുരുങ്ങി, ശ്വാസം കിട്ടാത്ത ഒരു പ്രത്യേക അവസ്ഥ, പ്രത്യേകപരമായിട്ടൊരു ഭയത്തിൻ്റെയും ഇപ്പോൾ ഞാൻ മരിക്കുമെന്നുള്ളൊരു അവസ്ഥയിലേക്കും പോയ നിമിഷത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വല്യമ്മച്ചി ഇപ്രകാരം പ്രാർത്ഥിച്ചു, എൻ്റെ പേരിയ മാതാവേ, എൻ്റെ മോളെ കാത്തു സംരക്ഷിക്കണമേ, രക്ഷിക്കണമേ എന്നങ്ങ് പ്രാർത്ഥിച്ചു. ആ നിമിഷങ്ങളിൽ അമ്മ എന്നെ എടുത്ത് ഒന്നങ്ങ് കുടഞ്ഞു. ആ കുടഞ്ഞ സമയത്ത് വായിൽ നിന്ന് നാണയം വീണ്ടും എൻ്റെ കുരക്കിലേക്ക് വന്ന് ശ്വാസം മുട്ടുന്ന രംഗം വന്നു. വീണ്ടും വല്യമ്മച്ചിയുടെ ഉള്ളിലേക്ക് മാതാവ് പ്രേരിപ്പിച്ചതെന്ന വണ്ണം വായിലേക്ക് കൈയിട്ട് ഛർദ്ദിപ്പിക്കുവാനായിട്ട് ഇടവന്നു. അങ്ങനെ കൈയിട്ട ആ നിമിഷം തന്നെ ഈ നാണയം പെട്ടെന്ന് ഛർദ്ദിച്ച് പുറത്തേക്ക് വരികയും അപ്രകാരം പേരിയ മാതാവാണ് എന്നെ അത്തരത്തിലുള്ള അപകടത്തിൽ നിന്നും പെട്ടെന്നുള്ള ആ മരണത്തിൽ നിന്നും രക്ഷിച്ചതെന്ന് ഞാൻ ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ഓർക്കുകയാണ്, ഇപ്പോൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ മാതാവിനെ ചെറുപ്പം മുതൽ എനിക്ക് മാതാവിൻ്റെ കരങ്ങളിലായിരിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. പരിശുദ്ധ അമ്മ എന്നെ ഈശോയുടെ മടിത്തട്ടിലും അമ്മയുടെ മടിത്തട്ടിലും ആ ചങ്കോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് ആ സ്നേഹവാത്സല്യങ്ങളും സംരക്ഷണവും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലെ തന്നെ ഒത്തിരി അപകടത്തിൻ്റെ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ച് ആദ്യമായിട്ട് പള്ളിയിലേക്ക് കടന്നു വന്ന 7 വയസ്സിൽ ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ചു. ഞാനൊരു പുഴ കടന്നിട്ട് വേണം പള്ളിയിൽ പോകുവാനായിട്ട്. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ ഉള്ളിൽ സ്വീകരിച്ചിട്ട് ഞാൻ ഒത്തിരി ആഹ്ലാദ ആരവത്തോടുകൂടെ സുഹൃദേപങ്ങൾ ചൊല്ലിയും
ജപമാല പ്രാർത്ഥിച്ചും ദിവ്യബലി പങ്കെടുക്കുവാനായിട്ട് ആ തോടിലൂടെ ഇങ്ങനെ കടക്കുന്ന സമയത്ത് അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മച്ചിയോടൊപ്പം എൻ്റെ ഇളയ സഹോദരൻ കുഞ്ഞുമോനെയും എടുത്ത്, ഇപ്പോൾ ആ കുഞ്ഞുമോൻ അച്ഛനാണ്, അതായത് ബെനഡിക്റ്റൻ സഭയിലെ ആ കുഞ്ഞുമോനെയും എടുത്ത് ഞങ്ങൾ തോട് കടക്കുന്ന സമയത്ത് ഒരു തടിയിൽ ചവിട്ടി ഞാൻ കാൽ വഴുതി വെള്ളത്തിലേക്ക് പോയ നിമിഷം തന്നെ അമ്മയ്ക്ക് എന്നെ പിടിക്കുവാനോ ഒന്നും സാധിക്കാനില്ല. കാരണം അമ്മയുടെ കയ്യിലിരിക്കുന്നത് കുഞ്ഞുമോനാണ്. അപ്പോൾ എന്നെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് അമ്മ പോലും എന്നെ കൈവിട്ടല്ലോ എന്നുള്ളൊരു ഭയത്തിൻ്റെ അവസ്ഥയിലേക്ക്, ഈ ഭൂമിയിൽ അമ്മച്ചിക്ക് കുഞ്ഞനുജനെ മാത്രം മതി, എന്നെ ഒന്ന് പിടിച്ചില്ലല്ലോ എന്നുള്ള ആ വേദനയുടെ നിമിഷത്തിൽ എൻ്റെ മനസ്സിലേക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് പറഞ്ഞു തന്ന അമ്മേ മാതാവേ എന്നെ രക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ആ സമയത്ത് ആ നദിയിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന സമയത്ത് ആ നിമിഷങ്ങളിൽ കടന്ന് വന്നു. അമ്മേ മാതാവേ എന്നെ രക്ഷിക്കണമേ എന്ന് എൻ്റെ മനസ്സിൽ അറിയാതെ തന്നെ ഈ പ്രാർത്ഥന ഉരുവിട്ട നിമിഷങ്ങളിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു തടിയിൽ എൻ്റെ കൈ വീണ്ടും ഒഴുകിപ്പോകുന്ന നിമിഷത്തിൽ പിടിക്കുവാനായിട്ട് ഇടവന്നു. ആ തടിയിൽ പിടിച്ച് ഞാൻ പതുക്കെ കരയോട് അടുക്കുന്നത് സമയത്ത് പരിശുദ്ധ അമ്മ തന്നെയാണ് എൻ്റെ കരങ്ങളിൽ പിടിച്ചതെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഭയത്തിന് അടിമയായി, ദുഃഖത്തിന് അടിമയായി, അസ്വസ്ഥതയ്ക്ക് അടിമയായി ഞാൻ ആ ഒഴുക്കിലൂടെ പെട്ട് നിലയില്ലാ കയത്തിലേക്ക് ഞാൻ പോവുകയായിരുന്നു. കഴുത്തിനൊപ്പം വെള്ളം ഉള്ള അത്രയും കഴുത്തിലേക്ക് പോയ സമയത്താണ് ഈ തടിയിൽ എനിക്ക് പിടിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ ശക്തിയാലും എൻ്റെ ഉള്ളിൽ അമ്മ എന്നെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നു എന്നുള്ള ആ പൂർണ്ണ വിശ്വാസവും എന്നെ കൂടുതൽ ബലപ്പെടുത്തി എന്നെ സുരക്ഷിതമായി കരയോടെ എത്തിച്ച് വീണ്ടും എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞെങ്കിലും വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോയി ഡ്രസ്സൊക്കെ മാറി ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട് സഹായിച്ചതും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകപരമായ ഒരു കരുതലും സ്നേഹവുമാണെന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുകയാണ്. സമർപ്പിത ജീവിതം സ്വപ്നം കണ്ടിരുന്ന സിസ്റ്റർ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഇന്നൊരു സന്യാസിനിയായി തീർന്നിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ സഹായിച്ചതും വഴി നടത്തിയതും പരിശുദ്ധ അമ്മയാണെന്ന് സിസ്റ്റർ പങ്കുവെക്കുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു സന്യാസിനിയായി തീരുക എന്ന്. ആ ആഗ്രഹത്തോടു കൂടി ഞാനിങ്ങനെ മാതാവിനോട് പ്രത്യേകം മാധ്യസ്ഥം വഹിക്കുകയായിരുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് എനിക്ക് ധാരാളം ആത്മാക്കളെ സ്വർഗത്തിനായിട്ട് നേടിക്കൊടുക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ആഗ്രഹം ഞാൻ ഒരിക്കലും ആരുമായിട്ട് പങ്കുവയ്ക്കാറില്ല. പരിശുദ്ധ അമ്മയുമായിട്ട് ഇങ്ങനെ പറഞ്ഞ്, അമ്മയെ മാതാവേ ഈ ലോകത്തിൻ്റെ ചെളിയിലൊന്നും പെടാത്ത വിധത്തിൽ വിശുദ്ധിയിൽ എന്നെ കാത്തു സൂക്ഷിച്ച് അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായ ഒരു കോൺഗ്രിഗേഷനിൽ എനിക്ക് ചേരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ പഠനം പൂർത്തിയാക്കിയ സമയത്ത് എൻ്റെ ഈ ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് ഒരിക്കലും ഈ എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർ പല വിധത്തിലും എന്നെ മറുതലിച്ചു. നിന്നെ പഠിപ്പിച്ച് ഒരു വക്കീലാക്കണം, അല്ലെങ്കിൽ ടീച്ചറാക്കണം എന്നാണ് ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹം. അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ള ഏതെങ്കിലും വേദനകളോ നൊമ്പരങ്ങളോ ആണോ ഇപ്രകാരമുള്ള ഒരു ആഗ്രഹത്തിന് തിരിക്കുവാനായിട്ട് കാരണമായതെന്ന് എൻ്റെ മാതാപിതാക്കൾ ഒന്ന് എന്നെ പരിശോധിച്ചറിയാൻ വേണ്ടി അവർ പിന്നീട് ഒരിക്കലും എന്നോട് ഇതിനു മുമ്പ് സ്നേഹപൂർവ്വം പെരുമാറിയ ആ സ്നേഹവാത്സല്യങ്ങളൊന്നും എനിക്ക് തരാത്ത വിധത്തിൽ ഇച്ചിരിയുടെ കാർക്കശ്യത്തോടു കൂടെ എന്നോട് പെരുമാറുന്നതൊക്കെ കണ്ടു. ആ സമയമൊക്കെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു പ്രാർത്ഥനയോടുകൂടെ തന്നെ അമ്മേ മാതാവേ എൻ്റെ മാതാപിതാക്കളിലേക്ക് എൻ്റെ ആഗ്രഹത്തെ ഉണർത്തി എന്നെ എത്രയും വേഗം ഒരു സിസ്റ്ററാക്കാനായിട്ട് വിടണമേ, ഒരു സന്യാസിനിയാക്കാൻ വിടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഒരു ദിവസം എൻ്റെ ചാച്ചൻ പറയുകയാണ്, നീ 2 വഞ്ചിയിൽ കാല് വെച്ചിട്ട് കാര്യമില്ല, ഒന്നെങ്കിൽ പഠിച്ചുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ സിസ്റ്ററാവാൻ പോവുക എന്ന്. ഇങ്ങനെ ആ ഉത്തരം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ചാച്ച എന്നാൽ ഞാൻ സിസ്റ്ററാവാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ഒരു അടുത്തുള്ള മഠത്തിലേക്ക് പൊക്കാളാനാണ് എൻ്റെ ചാച്ചനും അമ്മച്ചിയൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാനൊരു സന്യാസിനി സഭയിൽ ഞാൻ ചേരുവാൻ ഇടവന്നു.
എങ്കിലും അത് മാതാവിൻ്റെ സഭയല്ല. ഇവിടെ നിന്നിട്ട് എനിക്ക് വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല. മാതാവിൻ്റെ സംരക്ഷണയിലുള്ള സഭയല്ല എന്ന് എൻ്റെ മനസ്സിലേക്ക് ആ നിമിഷങ്ങളിൽ ഒരു സ്ട്രഗിൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ആ സ്ട്രഗിളിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ വെക്കേഷനിൽ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ എൻ്റെ സിസ്റ്റർ ആൻറ്റിയോട് പറഞ്ഞു, മാതാവിൻ്റെ സഭയിലാണ് എനിക്ക് ചേരാൻ ആഗ്രഹം. അതുകൊണ്ട് സിസ്റ്റർ ആൻറ്റിയുടെ മഠത്തിലേക്കാണ് വരാൻ എനിക്ക് ആഗ്രഹം. സിസ്റ്റർ ആൻറ്റി അടുത്തുള്ള മഠത്തിൽ പോകാൻ പറഞ്ഞതുകൊണ്ട് മാതാവിൻ്റെ സഭയല്ലല്ലോ, എനിക്ക് മാതാവിൻ്റെ സഭയിൽ വരണം എന്ന് പറഞ്ഞു. അതിൽ പ്രകാരം എന്നെ CMC ഇപ്പോൾ അംഗമായിരിക്കുന്ന ഈ മഠത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയും ദൈവവിളി സ്വീകരിക്കുവാനും എനിക്ക് ഇടവന്നു. അത് അന്നത്തെ ദിവസം എനിക്ക് ഒത്തിരി സന്തോഷത്തിൻ്റെ ആ നിമിഷമായിരുന്നു. അത് മറക്കാനാവാത്ത നിമിഷമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ആ മടിത്തട്ടിൽ എനിക്ക് ആകുവാനും പരിശുദ്ധ അമ്മയിൽ ആശ്രയം കണ്ടെത്തുവാനും എനിക്ക് CMC സഭ, മാതാവിൻ്റെ സഭ, കർമ്മലീത്ത സഭ, പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും സഭ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ കടന്നു വന്നു. ആ നിമിഷങ്ങളിൽ എനിക്ക് രോഗങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എൻ്റെ ദൈവവിളിയെ മാറ്റുരയ്ക്കുന്നത്, പിന്തിരിപ്പിക്കുന്നത് വിധത്തിലുള്ളത്. ആ സമയത്തൊക്കെ പരിശുദ്ധ അമ്മയോട് കടന്നുകൊണ്ട് പ്രാർത്ഥിക്കായിരുന്നു. ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ ഛർദ്ദിച്ച് കഴിയുമ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അടുത്ത നിമിഷം അടുത്ത സമയത്ത് ഭക്ഷണം കഴിക്കും, ആ സമയം വീണ്ടും ഛർദ്ദിക്കും. ഇങ്ങനെ ഛർദ്ദിച്ച് കഴിഞ്ഞ ആ അവസരത്തിൽ ഞാൻ ആരോടും പറയില്ല, വേഗം ടോയ്ലറ്റിൽ പോയി ഇങ്ങനെ ഇപ്രകാരം ഛർദ്ദിക്കും. കാരണം എനിക്ക് സന്യാസിനിയായി തീരുവാൻ ഒരു പ്രതിബന്ധമാകും. അധികാരികൾ ഇതറിഞ്ഞാൽ എന്നെ കോൺവെൻറ്റിൽ നിന്ന് പറഞ്ഞു വിടുമോ എന്നുള്ള ഭയമായിരുന്നു. പരിശുദ്ധ അമ്മയോട് നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം പരിശുദ്ധ അമ്മ എൻ്റെ ബെഡിൽ വന്ന് ഇരിക്കുന്നതും പരിശുദ്ധ അമ്മ ഇപ്രകാരം എൻ്റെ മനസ്സിലേക്ക് ഒരു പ്രേരണ തന്നു, മോളെ ഇനി ഒരിക്കലും നീ ഛർദ്ദിക്കുകയില്ല, നിന്നെ ഞാൻ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്നുണ്ട്, നീ എൻ്റെ മകളാണെന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. ആ നിമിഷം മുതൽ ഇന്നേ വരെ അങ്ങനെയൊരു പീഡ, അങ്ങനെയൊരു രോഗത്തിൻ്റെ അവസ്ഥ, ഈ ഛർദ്ദിക്കുന്ന ഭക്ഷണം കഴിഞ്ഞാൽ അപ്പം തന്നെ ഛർദ്ദിച്ചുകൊണ്ടുള്ളൊരു പീഡ ഉണ്ടായില്ല. അങ്ങനെ എൻ്റെ വിളി ഉറച്ചൊരു നിലയിലായി. CMC സഭയിൽ ഞാൻ ആദിവ്രതവും നിത്യവ്രതവും സ്വീകരിച്ച് ഞാൻ സഭയിൽ ഒരു സന്തോഷത്തിൻ്റെ തികവിൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ആ വഴിയിലൂടെ ഇന്നും നടന്നു നീങ്ങുന്നു. അതിൽ ഞാൻ ഒത്തിരി തൃപ്തിയാണ്. പരിശുദ്ധ അമ്മയുടെ ഒറ്റ അനുഗ്രഹവും സംരക്ഷണവുമാണ് പ്രകാരം CMC സഭയിൽ അംഗമാകുവാനായിട്ട് എനിക്ക് കൃപ തന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ എനിക്ക് സൗഖ്യം തന്നതുകൊണ്ടാണ് എൻ്റെ അധികാരികൾ അപ്രകാരം എന്നെ സ്വീകരിക്കാനൊക്കെ ഇടവന്നത്. അമ്മയുടെ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ 1000 നന്ദി പറയുകയാണ്. ഒരു സന്യാസിയായി തീർന്നതിൽ അഭിമാനം കൊള്ളുകയാണ്. പരിശുദ്ധ അമ്മ ശക്തമായി ഇടപെടുന്നു എന്ന് മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട 2 ജീവിതാനുഭവങ്ങൾ ഈ ജീവിതത്തിലുണ്ട്. വലിയ അപകടങ്ങളുടെ നടുവിലും പരിശുദ്ധ അമ്മ താങ്ങി നിർത്തിയ സന്ദർഭങ്ങളായിരുന്നു സിസ്റ്ററിന് അവയെല്ലാം. ഞാൻ CMC സഭയിൽ അംഗമായതിനു ശേഷം ഞാൻ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പാസ്സായതിനെ തുടർന്ന് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു പാവപ്പെട്ട സ്കൂളായിരുന്നു. പല വിധത്തിലുള്ള പ്രതിസന്ധികളും കുടുംബത്തിൽ സമാധാനമില്ലാത്ത മക്കളും ക്ലാസ്സിലേക്ക് വരുന്നത് കാണുമ്പോൾ അറിയാം, ദുഃഖത്തിൻ്റെയും നിരാശയുടെയും കാർമേഘങ്ങൾ അവരുടെ മുഖത്ത് നന്നായിട്ട് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. ഒന്നിലും ഉത്സാഹമില്ലാത്ത ഉറക്കം തൂങ്ങികളായ കുട്ടികളെ. ഇപ്രകാരം ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ മനസ്സിന് ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട്. ഇവർക്ക് ഒത്തിരി സ്നേഹവാത്സല്യങ്ങൾ കൊടുക്കണമെന്ന് ഉള്ള ചിന്തയോടുകൂടെ ഞാൻ അവരെ ഒത്തിരി സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായി ആ കുഞ്ഞുങ്ങൾ ഒരു ക്ലാസ്സിൻ്റെ ആ വർഷത്തിൻ്റെ പകുതി ആയപ്പോഴത്തേക്കും കുട്ടികൾ നന്നായിട്ട് പഠിക്കുവാനും കുടുംബത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ മാതാപിതാക്കളുടെ മദ്യപാനവും വഴക്കടിക്കുന്ന സ്വഭാവവും മറ്റു പദത്തിലുള്ള ദുശീലങ്ങളെല്ലാം വിട്ടുമാറി കുടുംബത്തിലൊരു സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാകുവാനായിട്ട് നിരന്തരമായ രാത്രിയുടെ യാമങ്ങളിലിരുന്ന്
ആ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ മറ്റൊരു സംഭവം ഞാൻ ഈ നിമിഷങ്ങളിൽ ഓർത്തു പോവുകയാണ്. ഞാൻ ഒരു 25 വയസ്സായ സമയമാണ്. രാത്രി 9:30 സമയം കറൂറ്റിയിൽ നിന്ന് അങ്കമാലി ഈ ബസ് സ്റ്റാൻഡിൽ വന്നു. 2 പ്രായമുള്ള സിസ്റ്റേഴ്സുമായിട്ട് മാനന്തവാടിയിലുള്ള ബസ്സിൽ കയറ്റി വിടാനായിട്ട് വന്ന സമയത്ത് ഒരു വ്യക്തി എൻ്റെ നേരെ രൂക്ഷമായിട്ട് നോക്കുകയും ചില ചേഷ്ടകളൊക്കെ കാണിച്ച് ഭയപ്പെടുത്തുകയും ചെയ്ത നിമിഷം, ആ നിമിഷങ്ങളിൽ എൻ്റെ കൂടെയുള്ള ആ സീനിയർ സിസ്റ്റേഴ്സും എന്നോട് പറഞ്ഞു, മോളെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ജപമാല കരങ്ങളിൽ പിടിച്ച് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചോ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ബസ്സിൽ കയറി. ആ മനുഷ്യനും ബസ്സിൽ കയറി. അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഒത്തിരി ഭയങ്ങൾ മനസ്സിലേക്ക് വന്നു. എന്നാലും എൻ്റെ മനസ്സിലേക്ക് വന്നു, ആ മനുഷ്യനും ഈശോയ്ക്കായിട്ട് നേടിക്കൊടുക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. 2 സ്റ്റേഷൻ അങ്ങ് പിന്നിട്ടു. എവിടെ പോയെന്ന് അറിയില്ല. ആ മനുഷ്യൻ പെട്ടെന്ന് എന്തോ ഒരു ഷോക്കേറ്റതുപോലെ പെട്ടെന്ന് ചാടി ഇറങ്ങി വഴിയിലേക്ക് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നോട് ചോദിച്ചു, മോളെ ഇന്നലെ രാത്രിയിൽ മോൾക്ക് എന്തെങ്കിലും അപകടങ്ങളോ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളും ഉണ്ടായോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉവ്വ ചാച്ച ഉണ്ടായി. ആ സമയം എൻ്റെ ചാച്ചനോട് പറഞ്ഞു, മോൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മാതാവ് ഇങ്ങനെ പ്രേരണ കൊടുത്തു. വേഗം ജപമാല കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അന്ന് അവരുടെ മനസ്സിൽ പ്രേരണ കിട്ടിയതനുസരിച്ച് ചാച്ചൻ അമ്മയെയും വിളിച്ചിരുത്തി പ്രാർത്ഥിച്ച മണിക്കൂറുകളിലായിരുന്നു ഈ മനുഷ്യൻ ഇറങ്ങിപ്പോയത്. അപ്രകാരമുള്ള വലിയ ഒരു അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എന്നെ രക്ഷിക്കുവാനായിട്ട് ആ സാഹചര്യം ഞാനിപ്പോഴും മാതാവിൻ്റെ ആ മധ്യസ്ഥതയിൽ സംഭവിച്ചത് അഭിമാനത്തോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. എനിക്കൊരു 15-16 വയസ്സുള്ള സമയം എൻ്റെ താഴെയുള്ള ആങ്ങള ഒരു 8 വയസ്സ് പ്രായം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വീട്ടിലേക്ക് 3-4 മൈൽ കാട്ടിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ പോവുകയാണ്. ആ സമയത്ത് ആ കാട് തീരുന്ന ആ എൻഡിങ്ങിൽ കള്ളന്മാരോ അല്ലെങ്കിൽ കൊള്ളക്കാരോ എന്ന് തോന്നിക്കുന്ന 3-4 പേര് പ്രത്യേക ഭയപ്പെടുത്തുന്ന ചേഷ്ടകളുമായി നിൽക്കുന്നത് കണ്ടു. ആ സമയത്ത് ഞാൻ ആങ്ങളയോട് പറഞ്ഞു, നമുക്ക് മാതാവിൻ്റെ എത്രയും ദയുള്ള മാതാവ് വിളിച്ച് മാധ്യസ്ഥം യാചിക്കാം. എല്ലാ തരത്തിലുള്ള അപകടത്തിൽ നിന്ന് മാതാവ് നമ്മെ സംരക്ഷിക്കും, പേടിക്കണ്ടായി എന്ന് പറഞ്ഞ് അപ്രകാരം ഞങ്ങൾ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി ആ കാട്ടിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ആ എൻഡിങ്ങിൽ നിന്ന് അപ്രത്യക്ഷമായി. എവിടെ പോയെന്ന് അറിയാത്ത വിധത്തിൽ മാതാവ് തന്നെയാണ് ഇപ്രകാരം ഈ സംഭവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് എന്ന് വിശ്വസിക്കുന്നു. രാത്രിയായ സമയമാണ്. ആ സമയത്ത് മനസ്സിൽ വന്ന ആശങ്കകളിലേക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അപകടത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടുവാനും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനും സാധിച്ചതെന്ന് വിശ്വസിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ദിശ മാറ്റിയ ഒരു സംഭവം സിസ്റ്റർ ഇവിടെ പങ്കുവെക്കുകയാണ്. വലിയ ഒരു രോഗത്തിൽ നിന്നും ജപമാല പ്രാർത്ഥനയിലൂടെ അമ്മ രക്ഷിച്ചതും ജീവിതത്തിൻ്റെ പുതിയ മേഖലകൾ അമ്മ തുറന്നു തന്നതുമായ അനുഭവങ്ങൾ. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ നിമിഷങ്ങളിൽ പെട്ടെന്ന് എൻ്റെ ശരീരത്തിലെ മസിൽസൊക്കെ സ്റ്റിഫാവുകയും ജോയിൻസിനൊക്കെ ഭയങ്കര വേദന ഉണ്ടാവുകയും ചെയ്തു. ഈ സമയം വിദഗ്ധ ചികിത്സകൾക്കായിട്ട് എൻ്റെ അധികാരികൾ വലിയൊരു ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റാക്കി. അങ്ങനെ അഡ്മിറ്റായ സമയത്ത് എനിക്ക് സന്ധിവാതമാണെന്ന് തെളിഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ എൻ്റെ ഒരു വശം തളരുവാനായിട്ട് ഇടവന്നു. ഈ നിമിഷം എൻ്റെ അധികാരികളും എൻ്റെ സഹപ്രവർത്തകരുമെല്ലാം എന്നെ ഓർത്ത് ഒത്തിരി കരഞ്ഞു. ഒരു രോഗവുമില്ലാതിരുന്ന എന്നിലേക്ക് അത്ര ഒരു രോഗം വന്നല്ലോ എന്ന്. എത്ര ചികിത്സിച്ചിട്ടും എൻ്റെ രോഗം വേദനയോ സ്റ്റിഫായ ഭാഗങ്ങളോ നിവരാനായിട്ട് ഇടവന്നില്ല. ഈ സമയത്ത് ഡോക്ടർമാർ പെട്ടെന്ന് സംശയിച്ചു, സിസ്റ്ററിന് ബോൺ ക്യാൻസറോ മറ്റോ ആണെന്ന് തോന്നുന്നു എന്ന് കണ്ടുകൊണ്ട് കൂടുതൽ പരിശോധനകൾക്കായിട്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ
MRI സ്കാനിങ്ങിനായിട്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. ഇങ്ങനെ ബോൺ ക്യാൻസർ ആണെന്ന് സംശയം തോന്നിയ ആ നിമിഷങ്ങളിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെടുത്തണമേ, പരിശുദ്ധ അമ്മേ, മാതാവേ, എന്നെ പരിശുദ്ധ അമ്മ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിച്ച് എന്നിലേക്ക് സൗഖ്യത്തിൻ്റെ ശക്തി പുറപ്പെടുവിക്കണമേ എന്നും പ്രാർത്ഥിച്ചു. എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അധികാരികളോട് വെളിപ്പെടുത്തണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ സന്ധികളിലേക്ക് കറണ്ട് അടിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് വരികയും അസ്ഥികളും മജ്ജകളും പേശികളൊക്കെ ബലം പ്രാപിക്കുന്നതായും മൂവ്മെൻ്റൊക്കെ ശരിയായ രീതിയിലേക്ക് വരുവാനായിട്ടും ഇടവന്നു. ഇപ്രകാരം ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്നിട്ടും എൻ്റെ വേദനകളൊന്നും മാറുന്നുണ്ടായിരുന്നില്ല. സ്കാനിങ്ങിൽ നടത്തിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ക്യാൻസറിൻ്റെ ഒരു ലക്ഷണവും ബോഡിയിൽ കാണുന്നില്ല. ബോൺ ക്യാൻസറിലെ ബോണുകളെല്ലാം സാധാരണ ബോണുകൾ പോലെ തന്നെ ഇരിക്കുന്നു എന്ന്. തലേ ദിവസത്തെ എൻ്റെ ഇപ്രകാരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം നടന്ന വലിയ ആ സൗഖ്യത്തിൻ്റെ ശക്തി പരിശുദ്ധ അമ്മയിലൂടെ കടന്നു വന്നതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. വീണ്ടും ഞാൻ ഒരു ധ്യാനം കൂടിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചുകൊണ്ട് കൂടുതൽ ദൈവഹിതത്തിനും എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയും ദൈവത്തിൻ്റെ സ്വപ്നവും തിരിച്ചറിയാൻ വേണ്ടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ധ്യാനം കൂടുന്ന സമയത്ത് പനക്കിലാച്ചലിലൂടെ ഇപ്രകാരം വെളിപ്പെടുത്തി, സിസ്റ്ററിൻ്റെ ദൈവവിളി, ദൈവഹിതം സുവിശേഷ വേലയാണ്, സ്കൂളിൽ പഠിപ്പിക്കലല്ല എന്ന് തിരിച്ചറിയുവാൻ ഇടവന്നു. അങ്ങനെ അധികാരികൾ ഇപ്രകാരം വെളിപ്പെടുത്തിയതനുസരിച്ച് എന്നെ ശുശ്രൂഷ മേഖലകളിലേക്ക് വിവിധങ്ങളായ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് അയക്കുവാൻ ഇടവന്നു. ആത്മീയ ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വന്ന സിസ്റ്റർക്ക് പരിശുദ്ധ അമ്മ ഇടപെടുന്ന നിരവധി അനുഭവങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ തുറന്നു തന്ന വഴിയിലൂടെ അമ്മ തന്നെ നയിക്കുന്ന അനുഭവങ്ങളായാണ് സിസ്റ്റർ അതിനെ കാണുന്നത്. ഞാൻ ശുശ്രൂഷ ചെയ്ത ആ നിമിഷങ്ങളിൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ മരിയ ഭക്തി എന്ന വിശുദ്ധ ലൂയി മോൺഫോർട്ടിൻ്റെ പുസ്തകം വായിക്കാൻ ഇടവന്നു. അതിലിപ്രകാരം ഒരാശയം എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. പരിശുദ്ധ അമ്മയിൽ ജനിക്കുന്നവർക്ക് പാപം ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു പുതിയ ജന്മം എനിക്ക് വേണമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ഭാവനയിൽ വിശ്വസിച്ച് പ്രകാരം ഞാൻ ഒരു ഇമാജിനറി പവറിൽ ഞാൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഞാനെന്ന കുഞ്ഞ് ഉരുവാകുന്നതും പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളാണ്, ജ്ഞാനിയാണ്. എൻ്റെ തലമുറകളിലൂടെയും എൻ്റെ ജീവിത സാഹചര്യത്തിലൂടെയും വന്ന എല്ലാ ബലഹീനതകളും കുറവുകളും പരിശുദ്ധ അമ്മയിൽ ജനിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെയും കൃപയുടെയും പൂർണ്ണതയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ആ നിമിഷങ്ങളിൽ എൻ്റെ ജീവിതത്തിലും മനസ്സിലും വലിയൊരു ശക്തി വന്നു നിറയും. പിന്നീട് എനിക്ക് വചനം പഠിക്കാനുള്ള ഒരു കൃപ ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ വചനം പഠിക്കുന്ന സമയത്ത് ശുശ്രൂഷ രംഗങ്ങളിലെല്ലാം ദിവസം ആരംഭിക്കുന്നതും വചനക്കൊന്ത ചൊല്ലിക്കൊണ്ടായിരിക്കും. പ്രഭാഷകൻ 36:6 അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അവിടുത്തെ കരബലം പ്രകടമാക്കണമേ എന്ന ഇത്തരത്തിലുള്ള ചില വചനങ്ങളെടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ശുശ്രൂഷ വചനപ്രഘോഷണ രംഗം കൗൺസിലിംഗ് രംഗങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങിയതിൻ്റെ ഫലമായി വചനപ്രഘോഷണ രംഗങ്ങളിലെല്ലാം മറ്റുള്ളവർക്ക് പുതിയ ഒരു മാനസാന്തര കൃപയും അടയാളങ്ങളും അത്ഭുതങ്ങളും പരിശുദ്ധ അമ്മയുടെ ഇടപെടലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് കേൾക്കുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഈ നിമിഷങ്ങളിൽ ഞാൻ ഒരു സംഭവം ഓർത്തു പോകുകയാണ്. ഞാൻ ശുശ്രൂഷ ചെയ്ത സമയത്ത് ഒരു കമ്പ്യൂട്ടർ എൻജിനീയർ വ്യക്തി എൻ്റെ അടുത്ത് ശുശ്രൂഷയ്ക്കായി വന്നു. ഞാൻ കൗൺസിലിംഗ് നടത്തി അന്നത്തെ ദിവസം അത് അവസാനിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് സിസ്റ്ററെ പോകല്ലേ, സിസ്റ്ററിന് വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്രകാരം ഞാൻ അവിടെ
ഇരുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയർ വിദ്യാർത്ഥി ആത്മഹത്യക്കായിട്ട് ശ്രമിക്കുന്ന ഒരു ധ്യാനം കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ സൂയിസൈഡ് ചെയ്യാമെന്ന് വിചാരിച്ച വ്യക്തിയായിരുന്നു. പെട്ടെന്ന് മോനെ, നിന്നെ ഈശോ സ്നേഹിക്കുന്നു, പരിശുദ്ധ അമ്മ നിൻ്റെ അടുത്തുണ്ട്, പരിശുദ്ധ അമ്മ നിന്നെ കൂടുതൽ വിവേകത്തിലേക്കും ജ്ഞാനത്തിലേക്കും വളർത്തുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ആ വ്യക്തി പെട്ടെന്ന് വാവിട്ട് കരയുകയും അത്തരത്തിലുള്ള ആ പ്രേരണയിൽ നിന്ന് വിടുതൽ നേടുവാനും സഹായിച്ചു. പിന്നീട് ശുശ്രൂഷ രംഗങ്ങളിലെല്ലാം പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി, ഈ മരിക്കണമെന്നുള്ള ചിന്ത വിട്ടുമാറി ശുശ്രൂഷ മേഖലകളിലേക്കും നീങ്ങുവാനും ഇന്ന് ധാരാളം സുവിശേഷ മേഖലകളിൽ തിളങ്ങുവാനും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു പെൺകുട്ടി ശരീരത്തിലെ ചില ഭാഗങ്ങളെല്ലാം കത്തി അല്ലെങ്കിൽ ബ്ലേഡ് എടുത്ത് വരഞ്ഞ് തുണ്ടായി ഇങ്ങനെ മുറിച്ച് പാഴ്സലായി ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഒരു പൈശാചിക പീഡയുള്ള ഒരു കുട്ടി പെട്ടെന്ന് കടന്നു വരുവാനും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടവന്നു കഴിഞ്ഞപ്പോൾ ഇപ്രകാരമുള്ള ആ പീഡയിൽ നിന്ന് വിട്ടുമാറി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ വ്യക്തിക്ക് അനുഭവപ്പെടാൻ സാധിച്ചു. ഈ മേഖലയിൽ നിന്ന് ലോകം മുഴുവനുമുള്ള യുവാക്കളുടെ ഇടയിലും ഇവാഞ്ചലൈസേഷൻ ടീമിലും വർക്ക് ചെയ്യാനും ആ കുട്ടിക്ക് ഒരു മാനസാന്തര അനുഭവത്തിൻ്റെയും വിടുതലിൻ്റെയും അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു. ഇപ്രകാരം ഒത്തിരി ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവം കൈപിടിച്ച് നടത്തിയ അനുഭവത്തിൻ്റെ നിമിഷത്തിൽ ഞാൻ പെട്ടെന്ന് ഒരു വേദനാജനകമായിട്ടുള്ള അബദ്ധപരമായിട്ടുള്ള തെറ്റിദ്ധാരണകൾക്ക് വഴിപ്പെടുവാനായിട്ട് ഇടവന്നു. എന്നും ലോകം മുഴുവനും സുവിശേഷ വേല ചെയ്യുന്ന എനിക്ക് പെട്ടെന്ന് എൻ്റെ ഈ അബദ്ധപരമായിട്ടുള്ള തെറ്റിദ്ധാരണകളും വേദന നിറഞ്ഞിട്ടുള്ള ആ സംസാര രീതികളും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഈ സുവിശേഷ വേലയിൽ നിന്നും വചനപ്രഘോഷണ രംഗങ്ങളിൽ നിന്നും മാറിയേക്കാം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കിട്ടി. എല്ലാവരോടും മറക്ക് പൊറുക്ക് എന്നെല്ലാം പറഞ്ഞ സിസ്റ്ററിന് എന്തുകൊണ്ട് ഈ നിമിഷം ഈ അനുഭവത്തെ വേണ്ട വിധത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ആ കരങ്ങളിലേക്ക് കൊടുത്ത് സ്വീകരിച്ചുകൂടായെന്ന്. അങ്ങനെ ഞാൻ ആരോടും ഒന്നും പറയാതെ ദിവ്യകാരുണ്യ ആരാധനാ ചാപ്പലിൽ പോയിരുന്ന് പരിശുദ്ധ അമ്മയോടൊത്ത് ഞാൻ വചനക്കൊന്ത ചൊല്ലാൻ തുടങ്ങി. എന്നെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നേ വരെ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളിലേക്കും പരിശുദ്ധാത്മാവെ നിറയണമേ എന്ന് ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഈ വചനം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും യേശുവിൻ്റെ രക്ഷാകര കൃത്യത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രതികരിക്കാൻ ശക്തി ലഭിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും പുതിയൊരു അഭിഷേകത്തിലേക്കും കൃപയിലേക്കും അത് വഴി തെളിച്ചു. മാനസാന്തര അനുഭവത്തിലേക്ക് വഴി തെളിച്ചു. പുതിയൊരു സന്തോഷത്തിൻ്റെ തികവ് വന്നു. ആ നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച എൻ്റെ ഉള്ളിൽ ഒരു സ്വരം കേൾക്കുകയാണ്, പോയി ഫോൺ എടുക്കുക എന്ന്. അപ്പോൾ ഒരു അഭിഷേകത്തിൻ്റെ നിറവിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ എണീറ്റ് മുറിയിൽ ചെന്ന് ഫോൺ എടുത്തപ്പോൾ സെഗ്യോൺ ധ്യാന കേന്ദ്രത്തിലെ ബിനോയ് അച്ഛൻ്റെ ഫോണായിരുന്നു. പിറ്റേ ദിവസം ജൂലൈ 16 കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിവസം വളർച്ചാ ധ്യാനം അവിടെ ആരംഭിക്കുകയാണ്. സിസ്റ്റർ ആ ധ്യാനത്തിന് സഹായിക്കാൻ വരണം. പാപിയും ബലഹീനയുമായ എന്നെ ഇത്തരത്തിലുള്ള ഒരു അഭിഷേകത്തിലേക്ക് നയിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ഞാൻ വീണ്ടും എൻ്റെ ഒരു പുതിയ ഉണർവിലേക്കും വിശുദ്ധീകരണ ജീവിതത്തിലേക്കും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ദൈവം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായമാണ്. നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള എല്ലാ കാൽവയ്പിലും പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥ സഹായം. പരിശുദ്ധ അമ്മ ഏറ്റവും നല്ല അമ്മയാണ്, സ്വർഗീയ മാധ്യസ്ഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
അമ്മേ